ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലെ പൂവിടുന്ന ചെടികളെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. എല്ലാ പൂവിടുന്ന ചെടികളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം. വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ അതിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ തരാം കേട്ടോ. എല്ലാവരും ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. അപ്പോൾ ഇവിടെ ആദ്യം കാണിച്ചത് ഇതൊരു വൈലറ്റ് ഓർക്കിഡാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ വേറെ ഇപ്പോൾ ഒന്ന് വിരിഞ്ഞ് വരുന്നത് ഇതൊരു പിങ്ക് കളറാണ് കേട്ടോ. ഇത് വേറെ ഒരു കളറാണ്. പിന്നെ ഇനിയൊരു മഞ്ഞ കളറാണ് കേട്ടോ ഇത് വരുന്നത്. ഇവിടെ ഇതൊരു മഞ്ഞ. എല്ലാ ഓർക്കിഡും പോലും നമുക്ക് പൂവുണ്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ തൈകളും ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇല്ലാത്തതിന്മേൽ മുട്ടിട്ട് ഇപ്പോൾ ഒരു ട്രിപ്പ് പൂവിട്ട് കഴിഞ്ഞതാണ്. പിന്നെ അത് വേറെ ഒരു കളറാണ് കേട്ടോ. ഇത് ഇത് കണ്ടില്ലേ, ഇത് രണ്ട് ചട്ടിയിലുള്ള ചെടിയാണിത്. രണ്ടും ഒരേ ഡിസൈനാണ് കേട്ടോ, ഒരേ കളറാണ്. അപ്പോൾ നമ്മളത് അതിൻ്റെ ഇടയിലൊരു വേറൊരു കളറ് കെട്ടി കൊടുക്കണം, ഒരു ചട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് കാണാൻ വേറൊരു ഭംഗിയായിക്കാറ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് ഇത്രയൊക്കെ ഉള്ളൂ പൂവിടുന്നത് കേട്ടോ. പൂവിടുന്ന ചെടികൾ ഈ ഭാഗത്ത്. ഇവിടെ പിന്നെ നമ്മൾ അഗ്ലോണിമ അങ്ങനത്തെ ചെടികളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പൂവിടുന്നത് ഇവിടെ ഓർക്കിഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ബോൾസ ഉണ്ട് കേട്ടോ, കാസിത്തുമ്പ അറിയും. ബോൾസ പറഞ്ഞാൽ അത് പോയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇവിടെ ഉള്ളത് കേട്ടോ, പൂവിടുന്നത്. ഈ ഭാഗത്ത് പിന്നെ പൂവിടണതായിട്ട് ഒന്നുമില്ല. പിന്നെ ഇവിടെ നമ്മൾ ഈ തൂക്കുചട്ടിയിൽ ഇതിനൊരു പൂവിടുന്നതിൻ്റെ ഇലയും രണ്ടും ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കാച്ചിത്തുമ്പ ഇവിടെ ഉണ്ട്, ഒന്നൊരു ഷാറായിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ മല്ലികയാണുള്ളത്. ഈ ഭാഗത്ത് ഇത്ര ഉള്ളൂ പൂവിടുന്നത് കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് ഇവിടെ യൂഫോർബിയാണുള്ളത് കേട്ടോ. ഇത് നമ്മൾ മദർ പ്ലാന്റ് ആണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ സൈഡിൽ വെച്ചിട്ടുള്ളത്. നമ്മൾ ഇതിൽ നിന്ന് കട്ടിങ് എടുത്തിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിന് നല്ല കളറുള്ള ഇത് ഒരു റോസും ഒരു വൈറ്റ് ഷെയ്ഡും, പിന്നെ ഇത് വെറും റെഡ് കളറാണ് കേട്ടോ. രണ്ട് കളറാണ് ഇവിടെ ഉള്ളത്. നമ്മളപ്പുറത്ത് ഇതിൻ്റെ കൂടുതൽ തൈകളുണ്ട് കേട്ടോ, മദർ പ്ലാന്റുകളും ഉണ്ട്. പിന്നെ പൂവിടുന്നത് ഈ ഒരു ചെടിയാണ്. ഇതിന്മേൽ എന്നും പൂവാണ് കേട്ടോ, ഏത് സമയത്ത് ഇതിന്മേൽ പൂവുണ്ടാവും. അതുപോലെ തന്നെ ഈ ഭാഗത്ത് പിന്നെ വേറെ പൂവിടുന്നത് നമ്മൾ ഈ ബട്ടർഫ്ലൈ ആണ് ഉള്ളത്. അത് ഇങ്ങനെ പൂവിടും. ഇതിൻ്റെ തൈകൾ ഇതിന്മേൽ കായകൾ വീണിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കിഴങ്ങ് പറിച്ച് നട്ടിട്ടും ഇത് ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഇതിന്മേൽ ഈ ഒരു പുല്ലുമ്മ ഒരു പൂവുണ്ട്. അതൊരു പൂവെന്ന് പറയാൻ അങ്ങനെ ഒരു ഭംഗിയൊന്നും ഇല്ലാത്തൊരു പൂവാണത്. പിന്നെ ബിഗോണിയ ഉണ്ടോ, ബിഗോണിയമ്മൽ ഇപ്പോൾ പൂവുകളില്ല. നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ നല്ല വെയിലത്തേക്ക് അവിടുന്ന് ഇങ്ങോട്ട് മാറ്റിപ്പോൾ പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഉഷാറായിട്ട് പൂവുണ്ടാകാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് പിന്നെ ഇതൊക്കെയാണ് ഇപ്പോൾ പൂവുള്ള സംഭവം. ഇത് ഇവിടെ കൊങ്ങിണി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ എന്താ പറയുക സാണ്ടുണ്ട്. ഇവിടെ ഒരു മഞ്ഞ പൂച്ചെടി ഉണ്ട്, മഞ്ഞ കളറാണ്. ഇതിന്മേൽ നല്ല പൂക്കൾ തന്നെയാണ് കേട്ടോ, നല്ല പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പൂച്ചെടി ഇത് ഒരു തെച്ചിൻ്റെ മാതിരിയാണ് കേട്ടോ. അത് ഇതിൻ്റെ നല്ല കളറാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഫുള്ള് പൂവിട്ട് ഇങ്ങനെ പൂ വിരിഞ്ഞിങ്ങനെ നിൽക്കണ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇതിൻ്റെ കേട്ടോ. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, പൂച്ചെടീൻ്റെ ഈ ഇത് പൂവ് നല്ല കാണാൻ ഭംഗിയുണ്ട്. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു പൂവാണ് കേട്ടോ. അത് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറൈറ്റി കണ്ടപ്പോൾ അത് കൊടുന്ന് നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്മേൽ പൂവ് വിരിയണുണ്ട്. ഇതും പൂവ് ഇങ്ങനെ ഉണ്ടായി വരുന്നുള്ളൂ. പിന്നെ ഇതിന്മേൽ ഒരു മഞ്ഞപ്പൂവാണ് ഇത് വരുന്നത്. മഞ്ഞ ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. ഇതിലൊക്കെ പൂവ് ആവണമുണ്ട്. പിന്നെ ഇവിടെ നമ്മളൊക്കെ ഒരു യൂഫോർബിൻ്റെ ഒരു തൈ ഉണ്ട് കേട്ടോ, അതിന്മേൽ ഒരു പൂവ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഈ വെള്ളയും ഒക്കെ ഉള്ള ഒരു ചെമ്പരത്തിയാണ്. ഇതിന്മേൽ ചുവപ്പ് കളർ ചെമ്പരത്തി. പിന്നെ ഈ മുളക് ചെമ്പരത്തി പറഞ്ഞാൽ അതിന്മേലും പൂവ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ പൂവിടുന്നത് നമ്മൾ ഈ തെച്ചിയാണ് കേട്ടോ. തെച്ചി ഒരു റോസ് കളറ് തെച്ചിയാണ്. പിന്നെ ഇവിടെ
മഞ്ഞത്തെച്ചിണ്ട്, പിന്നെ ഇലയും മഞ്ഞയാണ് ഇതിൻ്റെ കേട്ടോ. പിന്നെ ഇത് ഒരു ചുവപ്പ് കളറാണ്, ഇതിൻ്റെ പൂവ് തീർന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ യൂഫോർബിയ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ തെച്ചി, ഇത് പിന്നെ ഒരു റോസ് കളറാണ്. ഈ ഭാഗത്തൊന്നും ഇപ്പോൾ പൂവിടുന്ന ചെടികൾ പിന്നെ ഉള്ളത് ഈ യൂഫോർബിയ, ഇതൊരു റോസ് കളറാണ് ഇതിൻ്റെ പൂവ് കേട്ടോ. ഇത് നല്ല പിന്നെ തിക്കായിട്ട് കഴിയുമ്പോൾ പൂവുണ്ടാവുന്നുണ്ട്. പിന്നെ ഇതിമത്തത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ പൂവൊന്നും പൂച്ചെടിയുമ്പോൾ പൂവില്ല. ഇതൊക്കെ പൂവ് വരാൻ തുടങ്ങണുള്ളൂ. ഇതിമേലും പിന്നെ മൊട്ട് ആയിട്ടുള്ളൂ. പിന്നെ റോസാണ് ഇവിടെ ഉള്ളത് കേട്ടോ. റോസ് പൂവ് കഴിഞ്ഞിട്ടുണ്ട്, വേറെ പൂവ് വിരിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിമേലും പിന്നെ റോസ് ഉണ്ട്. പിന്നെ ഇതൊരു റോസാണ് കേട്ടോ, ഇതൊരു കടും റോസ്. അതിൻ്റെ പൂവിൻ്റെ കാലാവധി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഇത് വേറെ ഒരു റോസാണ് കേട്ടോ, നല്ല കളറാണ്. ഇത് നല്ല കൊലകുത്തി ഉണ്ടാകുന്ന ഒരു റോസ്. പിന്നെ ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. പിന്നെ ഇവിടെയും വേറെ റോസ് ഉണ്ട് കേട്ടോ. റോസ് പിന്നെ ഇതിൻ്റെയും കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് തീരുന്നതിനനുസരിച്ച് അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും, അപ്പോഴാണ് വേറെ പൂക്കൾ വരും കേട്ടോ. ഇതും ഒരു റോസാണ്, കൊലകുത്തി ഉണ്ടാകുന്ന മാതിരി ആണ്, ഒന്നായിട്ട് ബൊക്കെ പോലെ ഉണ്ടാകുന്ന ഒരു റോസാണിത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പൂവ് ഉള്ള ചെടി കാണിക്കാനിപ്പോൾ ഇനിയുള്ളത് ആമ്പലാണ് കേട്ടോ. അമ്പലക്കുളത്തിൽ നിറച്ച് ഗപ്പി കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ, നിറയെ ഗപ്പികളാണ്. ഇതിലിപ്പോൾ ഇന്നിപ്പോൾ ഒരു 6-7-8 പൂവോളം ഉണ്ട് കേട്ടോ. ഇവിടെ 2 വിരിയാനുണ്ട്, അവിടെ ഒരു 5 വിരിഞ്ഞിട്ടുണ്ട്. ഇന്ന് നിറയെ പൂക്കളുള്ള ഒരു ദിവസമാണ് ഈ അമ്പലക്കുളത്തിൽ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബോഗൻവില്ല ഈ രണ്ടും ഒരു കളറാണ് കേട്ടോ. അതൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. നമ്മളിത് ഇവിടുന്ന് ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഒരേ കളറുള്ള പൂവ് അങ്ങോട്ടും മിക്സാക്കി വെക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നത്. പിന്നെ ഇതിന്മേൽ ഒരു വെള്ള പിന്നെ നടുവിലൊരു കുത്തുണ്ട് കേട്ടോ. അതിന് ഒരു എവിടെയും കാണാത്തൊരു കളറാണിത്. എല്ലാവരും നിങ്ങളൊക്കെ എടുത്തുണ്ടാവും, എൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ ഇത് കോഴിച്ചീരയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇത് ഈ അരളീൻ്റെ പിന്നെ പൂവാണ് കേട്ടോ. അത് അരളി നല്ല പിന്നെ മൊട്ടും ഇതുണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതിമേലൊക്കെ മൊട്ടുകളായിട്ടുണ്ടാവുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ ഇതും ബോഗൻവില്ല തന്നെയാണ് പിന്നെ കാണിക്കാനുള്ളത് കേട്ടോ. ബോഗൻവില്ല അതുപോലെ തന്നെ ബോഗൻവില്ലേൻ്റെ പല കളറും ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് നല്ലൊരു പിന്നെ നമ്മൾ പൂ തുന്നി വെച്ച മാതിരിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ള കളറ് നല്ല കളറാണ് വെള്ള. പിന്നെ ഇതിൻ്റെ നീല കളറും ഉണ്ട് കേട്ടോ, ഇതിൻ്റെയും പേരറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ള ഒരു ഇത് കണ്ടില്ലേ, ഇത് വെറും പ്യൂർ വെള്ളയാണ് കേട്ടോ, ഇതിൻ്റെ സൈഡൊന്നുമില്ല. പിന്നെ ഇത് വേറൊരു കളറാണിത്, ഒരു റോസ് കളറാണ് ഇതിൻ്റെത്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ നീല ബോഗൻവില്ലയുണ്ട് കേട്ടോ. ഈ ഒരു പൂത്തിരിച്ചെടി, ഞാൻ ഇതിന് പൂത്തിരിച്ചെടി എന്നാണ് പറയുക. പൂത്തിരി എത്തിയതാണ് ഇതിൻ്റെ പൂക്കളിങ്ങനെ നിൽക്കുക. എൻ്റെ പേരും അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് പേരറിയുമെങ്കിൽ ഇതിൻ്റെയൊക്കെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്താൽ എനിക്കും പിന്നെ അത് അറിയാമല്ലോ ഏത് പിന്നെ ചെടിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ പൂ കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിടണം കേട്ടോ. കട്ട് ചെയ്താൽ വേറെ പൂക്കളുണ്ടാവും. ഇവിടെയുണ്ട്. പിന്നെ ഇതൊരു വെള്ള ഇതാണ് കേട്ടോ, വെള്ളപ്പൂ. ഇതിൻ്റെ ഏകദേശം പൂവ് കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കാലാവധി കഴിഞ്ഞ്. ഇവിടെയും പിന്നെ പുതിയ ഉണ്ടാവണുള്ളൂ. പിന്നെ അത് പിന്നെ ഈ വലിയൊരു മരമാണ് കേട്ടോ. അത് പിന്നെ ബോഗൻവില്ലേൻ്റെ വലിയൊരു മരമാണ് ഇത്. അതിൻ്റെ വേറെ ഇതുണ്ട്, ഇത് വേറൊരു മോഡലാണ്. ബോഗൻവില്ല നമ്മളെ അടുത്തൊരു 10-12 കളറുണ്ട് കേട്ടോ. അതിങ്ങനെ എല്ലാം പൂവിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ല, ഇതിൻ്റെ അടിയിലൊരു ഇതുണ്ട്. ഇതിൻ്റെ പിന്നെ ഒരു വയലറ്റ് കളറാണ്, കടും വയലറ്റ് അല്ല, ഒരു പിന്നെ ഇതുണ്ട്, കുറഞ്ഞൊരു സൈഡുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഈ അരളി, ഇത് പിന്നെ നല്ല ഭംഗിയുള്ളൊരു പിന്നെ ചെടിയാണ് കേട്ടോ. ഇത് ഞാൻ പിന്നെ സൗദിയിൽ നിന്ന് കൊടുന്നതാണ്. പിന്നെ നല്ല രസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇത് റോസിൻ്റെ മാതിരിയാണിത്. നല്ലൊരു വാസനയുണ്ട് കേട്ടോ അതിന്. എന്താ വിഷമുണ്ട് എന്നൊക്കെ പറയണത്. നമ്മളിപ്പോൾ അത് പണ്ട് മുതലേ പിന്നെ ഉണ്ടായിരുന്ന നമ്മളവിടെ ഇത്ര ഒരു പിന്നെ കട്ടായിട്ടുണ്ടാവുന്ന പൂവല്ല, ഒരു ഒറ്റ ലെയറാണ്. ഇത് ഒരു 4-5 ലെയർ പൂവുണ്ട് ഇതിന്. പിന്നെ ഇത് ഇതളുകളുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു ആനച്ചെവി പറഞ്ഞ ഇതിൻ്റെ പേരും അറിയില്ല കേട്ടോ. നമ്മളിവിടെ ആനച്ചെവി എന്ന് പറയും, വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നാവാം. പിന്നെ 10 മണി മുതലേ വിരിയാനാവണുള്ളൂ കേട്ടോ.
പത്തനംതിട്ട ഒരുപാട് ഉണ്ടാകുന്നുണ്ട് പത്തനംതിട്ട. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ശംഖുപുഷ്പമാണ് കേട്ടോ അതുള്ളത്. ശംഖുപുഷ്പം വെള്ളയാണ് കേട്ടോ. ഇതിൻ്റെ വയലറ്റും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇതിൻ്റെ മുന്നേ. നിങ്ങൾക്ക് അറിയാലോ ശംഖുപുഷ്പം അതിൻ്റെ വയലറ്റാണ് അതിൻ്റെ ഒറിജിനൽ. ഇതതിൻ്റെ വെള്ള കളറാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പിന്നെ ബോഗൺവില്ല ഇവിടെ പിന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത് പിന്നെ നല്ല കട്ടായിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഏകദേശം ഇനി ഈ പൂവിൻ്റെ ഒക്കെ കാലാവധി തീരാനായിട്ടുണ്ട്. പിന്നെ ഇവിടെ യൂഫോർബിയൊക്കെയാണ് കിടക്കുന്നത്. യൂഫോർബിയ ഇത് റെഡ് കളറാണ്. ഇത് റോസാണ്. അതിമൊരു വൈറ്റ് ഷെയ്ഡും ഉണ്ട്. ഇതും റെഡ് കളറാണ് കേട്ടോ. ഈ റെഡുമായിട്ട് മാറ്റമുണ്ട് കേട്ടോ പൂവിന്. പിന്നെ മരത്തിനും മാറ്റമുണ്ട്. പിന്നെ ഇതിനൊരു പിന്നെ റോസും ഒരു പിന്നെ ഷെയ്ഡുണ്ട്. പിന്നെ ഒരു വെള്ള ഷെയ്ഡുണ്ട് ഇതിന്. ഇത് പിന്നെ ഇതൊക്കെ അതാണ്. പിന്നെ ഇത് റെഡ് കളറാണ്. പിന്നെ ഇവിടെ കുറച്ച് തൈകൾ യൂഫോർബിയൻ്റെ ഒക്കെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു പിന്നെ ലൈറ്റ് റോസാണിത്. ഈ ഒരു കളർ വരുന്നത് ഉണ്ടാകും. കുറച്ച് കടും റോസാവും. പിന്നെ അതിങ്ങനെ വൈറ്റിക്ക് മാറും. പിന്നെ ഇവിടെ ഇതിൻ്റെ കളർ കണ്ടില്ലേ വെള്ള കളറാണ് കേട്ടോ യൂഫോർബിയ. പിന്നെ ഈ ഒരു സാധനം ഇതിന് പൂവിടുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് കാണിക്കുന്നതൊക്കെ പൂവിടുന്ന ചെടികൾ മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. ഇതുണ്ടല്ലേ ഇവിടെ പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ഇങ്ങനെ ഇതുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വയലറ്റ് ഉണ്ട്. വയലറ്റുമ്പോൾ മഞ്ഞ കളറുണ്ട്. ഇതിൻ്റെ പ്യൂർ വയലറ്റ് കളറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞ കളറ് ആയിട്ട് വരുന്നതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ പിന്നെ ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് പോയിട്ട് കാണുന്നില്ല കേട്ടോ. ഈ പൂക്കളൊക്കെ ഇങ്ങനെ മറിഞ്ഞിരുന്നാൽ പിന്നെ അത് നമുക്കൊരു ഇതുണ്ടാകും. പൂക്കളെപ്പോഴും നമ്മൾ കാണുന്ന രീതിയിൽ കാണണം. പിന്നെ വേണ്ടിയില്ല അതിപ്പോൾ നമ്മൾ അടുത്ത് വെച്ച് പിന്നെ ഉള്ളൊരു പിന്നെ ആമ്പൽപ്പൂവാണ് കേട്ടോ. അത് ഒരു ചെറിയൊരു ബക്കറ്റിലാണ്. ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റിലാണ്. നമുക്ക് പെട്ടെന്ന് പിന്നെ പൂവുണ്ടാവും. ഇതിപ്പോൾ ഒരു 10-25 ദിവസം ഒരു മാസം ആയിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു മാസം ആവണതിൻ്റെ മുന്നേ തന്നെ ഇതിന് പൂവ് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോണത് പിന്നെ ഇവിടെ ഈ ഒരു കള്ളിച്ചെടി ഇതിൻ്റെ സ്നേക്ക് പ്ലാന്റ് എന്നാണ് പറയുന്നത്. ഇതിന്മേൽ ഒരു പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിന്മേലൊരു പൂ ഇങ്ങനെ കണ്ടില്ലേ. ഇത് കാണാൻ ഭംഗിയൊന്നുമില്ലെങ്കിലും ഒരു കുലകുലായിട്ടുള്ളൊരു ഡിഫറൻറ്റ് കളറ്. പിന്നെ ഇവിടെ ബോഗൺവില്ല നമ്മൾ ചെറിയൊരു തൈ നട്ടതാണ് കേട്ടോ. അതിന്മേലും പൂവുണ്ടാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കൊണ്ട് വന്നാൽ പിന്നെ അടീനിയങ്ങളാണല്ലോ കേട്ടോ. അടീനിയത്തിന് പിന്നെ ഒക്കെ പൂക്കൾ വരുന്നുണ്ട്. ഇത് ഈ ഭാഗത്തൊക്കെ ഇതിന്മേലുണ്ടായിട്ടില്ല. ഇത് പൂവുണ്ട്. ഇനി ഈ അടീനിയത്തിനും പൂവുണ്ട് കേട്ടോ. അതുപോലെ പിന്നെ ഈ അടീനിയത്തിൻ്റെ പൂക്കൾ ഒരു 4 ദിവസമൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് പോകണില്ല. എന്നാലും പിന്നെ അതങ്ങനെ പിന്നെ ചാടാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല തിക്കായിട്ട് പൂവുണ്ടാവും കേട്ടോ. ഈ അടീനിയത്തിന് കൊലകൊലമായിട്ട് ഇതിൻ്റെ മരം കാണാനും അതുപോലെ തന്നെ പിന്നെ പൂക്കളും ഇലകളൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉള്ളത് അടീനിയം തന്നെയാണ്. അടീനിയത്തിൻ്റെ ഒരു 2 ഡിഫറൻറ്റ് കളറുകളാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ പിന്നെ നമുക്ക് കട്ടായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ നിൽക്കുക കേട്ടോ. വേണ്ടിയില്ല ഒരു കോളാമ്പി പൂവിൻ്റെ ഒരു പിന്നെ രൂപമാണ് ഇതിനുള്ളത്. ഇവിടെയൊക്കെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മഞ്ഞച്ചെടിമേൽ പിന്നെ ഈ ഒരു പിന്നെ നീല ചെടിമ അതിമൊരു ചെറിയൊരു പൂവ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ ഒരു 3 ഇതൾ അതിൻ്റെ ഇടയിലൊരു ചെറിയൊരു പിന്നെ അതിൻ്റെ ആ പൂമ്പൊടിയുള്ളതാണ് ആ ഒരു ഇതുകൊണ്ട്. അപ്പോൾ ഇനി ഞാൻ പിന്നെ അതിപ്പോൾ ഒരു ചിറ്റ് ഞാൻ എത്തിട്ടോ. പിന്നെ ഇനി ആ ബാക്ക് ഭാഗത്ത് കുറച്ചുണ്ട് അവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കട്ടോ. വീണ്ടും നമ്മളിവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു ചുറ്റ് എല്ലായിടത്തും ഒന്ന് ചുറ്റി നടന്നിട്ടുള്ളൂ. ചുറ്റി നടന്ന് കാണുന്നുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ ഒന്ന് പിന്നെ ലൈക്കും ചെയ്യുക. അതുപോലെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും കിട്ടും കേട്ടോ. അതുപോലെ ഒന്ന് പിന്നെ നിങ്ങളെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.